ഇവിടെ കല്യാണത്തിന് ഇപ്പൊ റെഡി ആയിട്ടുള്ള പയ്യനാണ് വേണ്ടത്. എന്നെ ഇതെല്ലാം. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. മത്സ്യവും മാംസവും കഴിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഭാമ പറഞ്ഞു. അവനാണെങ്കിലോ മത്സ്യ മാംസാദി കഴിക്കാതെ ജീവിക്കാനേ പറ്റില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 2 ദമ്പതിമാർ വിവാഹത്തിന് മുമ്പേ ഡൈവോഴ്സ് ചെയ്തു. പക്ഷേ മനു തീരുമാനിക്കുന്ന പയ്യനെ കെട്ടിക്കോളാന്ന് ഭാമ വാക്കുകൊടുത്തിട്ടുണ്ട്. അല്ല, കണ്ണൂരിലാണോ പയ്യൻ? അയ്യോ, അപ്പൊ മുഹൂർത്തത്തിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റില്ല. അപ്പൊ അടുത്ത കല്യാണത്തിന് കൂടാന്ന് പറയും. അതെ, എന്റെ ഭാമയുടെ ജാതകം. പക്ഷെ സ്വഭാവം ചേരില്ലല്ലോ. അല്ല, ഞാൻ മിണ്ടരുത്. കള്ളും കഞ്ചാവൊക്കെ അടിച്ചു നടക്കുന്നവനൊന്നും പെണ്ണു കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ ഹലോ, അയ്യോ പ്ലീസ്, ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയ നിന്നെ ചെരുപ്പൊരി അടിച്ചു. ഹായ്, എന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഭാമ സമ്മതിക്കണ്ടേ? നീ പറഞ്ഞ സമ്മതിക്കും. പ്ലീസ്, എന്നെ വിശ്വസിക്കണം. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അവൻ വന്നിറങ്ങുമ്പോ ഗംഭീര സ്വീകരണം തന്നെ കൊടുക്കണം. ചോര തുപ്പണം ആ കഴിവേറിയുടെ മോൻ. എന്നിട്ട് ഞാൻ തന്നെ അവനെ വിലങ്ങ് വയ്ക്കും. ഇത്രയും പോലീസിനെ കാണുമ്പോ അവന് കാര്യം മനസ്സിലാവും. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് വരും. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സാർ, അക്കാര്യം ഇങ്ങോട്ട് വിട്ടേരെ. അവനെ ഇവിടുന്ന് വടിച്ചെടുക്കേണ്ടി വരും. Come on! എവിടെ അവൻ? ആര്? നിങ്ങളുടെ മാനുവൽ. ഹലോ, ആരാണാവോ? ഞാനോ? ഞാൻ മാനുവൽ. മോളുടെ കല്യാണം കഴിഞ്ഞ്. അത് മനസ്സിലായി. ഇവിടെ എന്താണാവോ? പ്രിയ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഇവിടത്തെ കല്യാണത്തിന്. ഓ, ഇവിടത്തെ കല്യാണം കാണേണ്ട കാഴ്ച തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. Come on, you! ഇവരുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതല്പം താമസിച്ചേ. അപ്പൊ ഭാമ അന്വേഷിച്ചു വന്ന സുബ്രഹ്മണി ഇയാൾ തന്നെയായിരുന്നു? അതെ. നീയല്ലേ പറഞ്ഞത് ഇതല്ല ആളെന്ന്? തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ സാറേ. ഞാൻ പറഞ്ഞത് കാര്യാക്കണം. മനസ്സിലായി. എന്നെ തോൽപ്പിക്കാൻ അവന്റെ പുതിയ സൂത്രം ഇതൊക്കെ നടക്കില്ലടോ. ഈ ലോകം മുഴുവൻ അവന്റെ കൂടെ നിന്നാലും അവനെ രക്ഷിക്കാൻ പറ്റില്ല. Come on! എവിടോ അവൻ? തന്റെ മകൻ. ഇതേ ചോദ്യം തന്നോട് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. എവിടോ അവൻ? എന്റെ മകൻ. അവനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. തന്റെ ആളുകളെ പിടിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. എന്റെ മോൻ എവിടെയുണ്ടെന്ന് മര്യാദയ്ക്ക് പറയുന്നതാ നല്ലത്. ഇയാളോടൊക്കെ ഞാൻ സംസാരിക്കാം. പറയടോ, മനു എവിടെ? അതെ, ഞാൻ കണ്ടകനാ. കണ്ടകശനി കൊണ്ടേ പോകൂ. കൊണ്ട് ഇനി പോകാം. മാറിക്കിട. ഓഹോ, ഇനിയുണ്ടോ? മോളെ, മോളെ. അയ്യോ, നമ്മുടെ നീക്കങ്ങളൊക്കെ അവൻ അറിഞ്ഞെന്നാ തോന്നുന്നേ. എങ്കിലവൻ രക്ഷപ്പെട്ടു കാണും. അങ്ങനെ അവൻ രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനും ഉടനെ അറിയിക്കണം. അവന്റെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ. അവൻ വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ. മുഹൂർത്തവും കഴിഞ്ഞു. എന്റെ മോളെ ഒന്ന് തുറന്നു വിട്. മുറിഞ്ഞ് ഒരനക്കവും കേൾക്കുന്നില്ല. ചത്തോ ജീവിച്ചിട്ടുണ്ടെന്നെങ്കിലും ഒന്ന് അറിയണമല്ലോ. ചെറിയൊരു ഓടളക്കി കല്യാണം, അത്രേ ഉള്ളൂ. Stop!
നേരെ വന്ന പോലീസ് പിടിക്കുന്ന അറിയാവുന്നോണ്ട് പയ്യൻ ഓടിളക്കിയാ വന്നത്. അതുകൊണ്ട് മുഹൂർത്തം തെറ്റാതെ താലി കെട്ടാൻ പറ്റി. എന്നുവെച്ച് ആചാരങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഈ ടേപ്പില് മന്ത്രങ്ങളും നാദസ്വരവും ഗട്ടിമേളം എല്ലാം ഉണ്ട്. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഞങ്ങള് രണ്ടുപേരും ദാ ഈ ഇയർഫോൺ വെച്ചിട്ടാ ചടങ്ങുകളൊക്കെ കഴിച്ചത്. അവൻ എന്റെ മോനാടി. ദേ കണ്ടില്ലേ, എല്ലാവരുടെ മുഖത്ത് എന്താ സന്തോഷം. ഇവരൊക്കെ ചോദിക്കില്ലേ പപ്പയ്ക്ക് മാത്രം എന്തിന്റെ കേടാണ്? റിലാക്സ്, ചില്ല പപ്പ, ചില്ല. ഞാൻ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചത് മിലിറ്ററി ചേരാനൊന്നുമല്ലോ, പപ്പയുടെ ഈ മോള് എനിക്ക് തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാനല്ലേ. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വിലങ്ങ് വെച്ചോളൂ. ഞാൻ 2 കൈ നീട്ടിത്തരാം, അല്ലെങ്കിൽ വെറും 1 കൈ തന്നാ മതി. കൈ വിലങ്ങ് വീണ് കാല് വിലങ്ങി. ബലം പിടിച്ച് നിൽക്കാതെ 1 കൈ തന്ന് സഹായിച്ചൂടെ? ഒരു കുടുംബം രക്ഷപ്പെടും. കിളിച്ചുണ്ടൻ മാവിൻ തണുപ്പുള്ള തണലിൽ തനിച്ചു വന്നിരിക്കുന്ന പെണ്ണേ, നീ ഒളിച്ചുള്ളിലൊതുക്കും പ്രണയത്തിൻ കടലിൻ കരയിൽ വന്നിരുന്നോട്ടേ, ഞാൻ കളി പറഞ്ഞിരുന്നോട്ടേ.